സന്യാസത്തിന് പല ഭാവങ്ങളുണ്ട്. കുടികളിൽ താമസിക്കുന്ന സന്യാസിമാരെ കുടീചകന്മാർ എന്ന് പറയും. സ്ഥിരമായി ഒരിടത്തും നിൽക്കാതെ കറങ്ങി നടക്കുന്നവരെ ബഹൂതകന്മാർ എന്നാണ് പറയുക. ജ്ഞാനികളെ ഹംസർ എന്ന് വിശേഷിപ്പിക്കുന്നു. പരമമായ സത്യമറിഞ്ഞവരെ പരമഹംസർ എന്ന് പറയുന്നു. ആ പരമഹംസത്തിനും ആ പരമസത്യത്തിനും അപ്പുറം കടന്നുപോയവർക്ക് തുര്യാതീതന്മാർ എന്നാണ് വിശേഷണം. എല്ലാ നിയമങ്ങൾക്കും അറിവുകൾക്കും അപ്പുറത്തുള്ളവരാണ് അവധൂതന്മാർ. ഇപ്രകാരമുള്ള എല്ലാ സന്യാസഭാവങ്ങളും കുംഭമേളയിൽ എത്തുന്നു എന്നതാണ് ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷം. ആധുനിക കാലഗണനാ സമ്പ്രദായം ഇല്ലാത്ത കാലത്തും ഗതാഗത സൗകര്യങ്ങളോ പൊതുവഴികളോ ഇല്ലാതിരുന്ന കാലത്തും മൊബൈലും വാച്ചുമൊന്നും ഇല്ലാതിരുന്ന കാലത്തും കൃത്യമായ കാലം ഗണിച്ച് കാടും മേടും ഇറങ്ങി ഭാരതത്തിലെ സമസ്ത സന്യാസികളും കുംഭമേളയിൽ എത്തി സ്നാനം ചെയ്തു മടങ്ങിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ജ്യോതിശാസ്ത്രം അത്രയ്ക്ക് ഹൃദിസ്ഥമാണ് ഈ ജനതയ്ക്ക് എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. ഭാരതഖണ്ഡത്തിലെ ഓരോ ഇടത്തും കഴിഞ്ഞ കൊല്ലങ്ങളിൽ എന്തു നടന്നു എന്ന വിവരം സന്യാസിവര്യന്മാരും ഗുരുക്കളും പരസ്പരം പങ്കുവച്ചിരുന്നത് ഒരുപക്ഷെ ഈ കുംഭമേളകളിലൂടെ ആയിരുന്നിരിക്കാം. കഴിഞ്ഞ കാല യാത്രകളിൽ മനസ്സിൽ ഉറവാർന്ന സംശയങ്ങൾക്ക് ഉത്തരം വാങ്ങാൻ ഗുരുക്കന്മാരെ അന്വേഷിച്ച് സന്യാസി വഴിയിലെ ശിഷ്യർ വരുന്നതും 12 വർഷത്തിലൊരിക്കലുള്ള കുംഭമേളകളിലായിരുന്നിരിക്കാം. ആശ്രമത്തിൽ നിന്നും യാത്രയായ ഒരു ശിഷ്യൻ സ്വന്തം ഗുരുവിനെ വീണ്ടും കാണുന്നതും ഈ കുംഭമേളകളിൽ വെച്ചായിരുന്നിരിക്കാം. ഒരുപക്ഷെ പലരുടെയും സമാധി വിവരം അറിയുന്നത് പോലും ഈ കുംഭമേളകളിൽ വെച്ചായിരുന്നിരിക്കാം. എന്തായാലും ഈ രാജ്യത്തെ ധർമ്മം പുലർന്നു പോകാൻ ഇനിയുള്ള 12 വർഷക്കാലം എന്തൊക്കെ ഏതേതിടങ്ങളിൽ ചെയ്യേണ്ടതുണ്ട് എന്ന തീരുമാനം ഒരു സമൂഹം എടുത്തിരുന്നത് ഈ കുംഭമേളകളിൽ വെച്ചായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത്തവണത്തെ മഹാകുംഭമേള നടക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ്. ജനുവരി 12 മുതൽ ഫെബ്രുവരി 26 വരെയാണ് പ്രയാഗ്രാജ് കുംഭമേള. കുംഭമേള ഇല്ലാത്ത വർഷങ്ങളിലും എല്ലാ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുമായി പ്രയാഗിൽ കൽപ്പവാസം എന്ന ഒരു അനുഷ്ഠാനം നടക്കുന്നുണ്ട്. കുംഭമേള സന്യാസിമാർക്കുള്ളതാണെങ്കിൽ കൽപ്പവാസം എന്നത് ഗൃഹസ്ഥന്മാർക്കുള്ളതാണ്. ഉത്തരേന്ത്യയിലെ ഗൃഹസ്ഥർ പൗഷമാസത്തിലെ പൗർണമി തൊട്ട് മാഘമാസത്തിലെ പൗർണമി വരെ ഗംഗാതീരത്ത് പ്രാർത്ഥനകളും ജപവും പൂജകളുമായി കഴിയും. ഇതിന് കൽപ്പവാസം ചെയ്യുക എന്നാണ് പറയുക. കുടുംബത്തിൽ നിന്നും ജോലിയിൽ നിന്നുമെല്ലാം മാറി നിന്ന് മനസ്സും ശരീരവും പൂർണ്ണമായി ആത്മീയപാതയിൽ ഉറപ്പിച്ചുള്ള കുറച്ചു നാളുകൾ ഗംഗാതീരത്ത് താമസിച്ച് പുലർച്ചെ എഴുന്നേറ്റ് ഗംഗാമാതാവിനെ വണങ്ങി ഗംഗാസ്നാനം നടത്തി ഇവർ പ്രാർത്ഥനകളിലേക്കും ജപത്തിലേക്കും പ്രവേശിക്കുന്നു. ഗംഗാജലമാണ് കുടിക്കുക. ഒരു നേരം മാത്രമേ ഇവർ ആഹാരം കഴിക്കൂ. ദിവസം മുഴുവൻ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേട്ടും സത്സംഗങ്ങളിൽ പങ്കെടുത്തും ഒരു മാസം ഗംഗാതീരത്ത് കഴിയും ഇവർ. ഇങ്ങനെ കൽപ്പവാസം ചെയ്യാനെത്തുന്നവർക്കായി എല്ലാ വർഷവും ഗംഗാതീരത്ത് പ്രയാഗ്രാജിൽ താൽക്കാലിക ഷെഡുകൾ വരും. 5 ലക്ഷത്തിലധികം ആൾക്കാരാണ് എല്ലാ വർഷവും കൽപ്പവാസം അനുഷ്ഠിക്കാനെത്തുന്നത്. കൽപ്പവാസം എന്ന പേരിൻ്റെ കാരണം നോക്കാം. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണ് ഒരു കൽപ്പം എന്നത്. 1008 യുഗങ്ങൾക്ക് തുല്യമാണ് ഒരു കൽപ്പം. അതായത് മനുഷ്യൻ്റെ 432 കോടി വർഷത്തിന് തുല്യമാണ് ഒരു കൽപ്പം. ഒരു കൽപ്പകാലം തപസ് ചെയ്താലുള്ള ഫലം ഈ ഒരൊറ്റ മാസത്തെ ജപം കൊണ്ടും ആത്മീയ യാത്ര കൊണ്ടും ലഭിക്കും എന്നാണ് വിശ്വാസം. ഒരു കൽപ്പത്തിലെ തപസ്സിൻ്റെ ഫലം തരുന്നതിനാൽ ഇത് കൽപ്പവാസം എന്നറിയപ്പെടുന്നു. എല്ലാ വർഷവും കൽപ്പവാസത്തിനെത്തുന്ന ലക്ഷങ്ങൾക്കായി ഒരുക്കങ്ങൾ എന്തായാലും വേണ്ടതുണ്ട്. അതിൻ്റെ വളരെ വലിയൊരു ഒരുക്കമാണ് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയ്ക്കുള്ളത്. പുണ്യതീർത്ഥം, പുണ്യനഗരി, ത്രിവേണി സംഗമം, ചിരപുരാതനം, അമൃത സമാനം, പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങളാണ്
പ്രയാഗ്രാജിനുള്ളത്. അനുഭവങ്ങളില്ലാത്ത ഒരിടത്തും ഏറെ കാലമൊന്നും ആൾക്കാർ കൂടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അനുഭവമില്ലാത്തതെല്ലാം എനിക്ക് അന്ധവിശ്വാസവുമായിരിക്കാം. ഇതിൽ ഏതെടുക്കണം എന്നത് ഓരോ വ്യക്തിയുടെയും ഇഷ്ടമാണ്. കുംഭമേളയിൽ നടക്കുന്ന സ്നാനങ്ങളിൽ സന്യാസി വര്യന്മാരോടും ഗുരുക്കന്മാരോടുമൊപ്പം ദേവതകളും അരൂപികളായ മഹാത്മാക്കളും ഉണ്ടാകും എന്നാണ് സങ്കല്പം. അവരോടൊപ്പം സ്നാനം ചെയ്യാനുള്ള, അവരോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള അവസരമാണ് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് കുംഭമേളയിലൂടെ ലഭിക്കുന്നത്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പ്രയാഗ്രാജിലെ ഈ കുംഭമേളയിൽ നമുക്കും പങ്കുചേരാം. ഓം നമോ നാരായണ. करने सर्वस्व चले चलो कुंभ चले, बड़े भाग्य से ये पल आता है जब पाप ताप से मुक्ति मिले। धुल धुल जाए हर एक जीवन और आत्मा को एक शक्ति मिले, एक शाश्वत सत्य की ओर चले, चलो कुंभ चले। जहाँ घर तब अजब अखाड़ों के